പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ രൂക്ഷമാകുന്നതിനിടയിൽ തന്നെ ട്രംപിന്റെ നീക്കത്തെ പല രാജ്യങ്ങളും പിന്തുണച്ചില്ല എന്നതാണ് വാസ്തവം. അതിലൊരു രാജ്യമാണ് UK. കാരണം ഇറാനെ ആക്രമിക്കാൻ ബ്രിട്ടീഷ് താവളങ്ങൾ വിട്ടു നൽകുമോ എന്ന് ട്രംപ് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ, അതായത് അമേരിക്ക ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ UK ആകട്ടെ തടയുകയാണ് ചെയ്തത്. അതായത് ട്രംപിന്റെ ആവശ്യം നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതോടുകൂടി തന്നെ കോപാകുലനായ ട്രംപ് ആകട്ടെ അവർക്കെതിരെ തിരിയുന്ന ഒരു നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ബ്രിട്ടീഷ് പിന്തുണ ലഭിക്കാതിരുന്നത് അത് ഓർത്തുവെക്കും എന്നെന്നും താൻ അത് തൻ്റെ മനസ്സിൽ, തൻ്റെ ഉള്ളിൽ തന്നെ ഓർത്തുവെക്കുമെന്ന ഒരു സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അവർ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും, എന്നാൽ യുദ്ധം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല എന്നതായിരുന്നു ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലേക്ക് 2 വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്നതിനെ കുറിച്ച് ബ്രിട്ടൻ നൽകിയ വാഗ്ദാനത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കുന്നത് UK സർക്കാർ തടഞ്ഞിരുന്നു. എന്നാൽ മാർച്ച് 7-ന് അവിടെയാകട്ടെ പ്രസ് ഓഫ് വെയിൽസിൽ വിമാനവാഹിനി കപ്പലിനെ അവിടെ സാധ്യമായ വിന്യാസത്തിനായി തന്നെ തയ്യാറെടുക്കുന്നതായി തന്നെ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത്. ഒരു കാലത്ത് നമ്മുടെ മഹത്തായ സഖ്യകക്ഷിയായിരുന്ന, ഒരുപക്ഷെ എല്ലാവരിലും ഏറ്റവും മഹത്തരായിരുന്ന യുണൈറ്റഡ് കിങ്ഡം ആകട്ടെ ഒടുവിൽ മിഡിൽ ഈസ്റ്റിലേക്ക് 2 വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഗൗരവമായി തന്നെ ചിന്തിക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി സ്റ്റാമർ ആകട്ടെ ഞങ്ങൾക്ക് ഇനി നിങ്ങളെ ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾ എന്നെന്നും നിങ്ങളെ ഓർത്തിരിക്കും. നമ്മൾ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിൽ ചേരുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നതായിരുന്നു ട്രംപ് തൻ്റെ എക്സ്പോസ്റ്റിലൂടെ തന്നെ, അതായത് ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വീണ്ടും ഇറാന് നേരെ മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ എണ്ണ ഡിപ്പോയ്ക്ക് നേരെ ഇസ്രായേൽ അവിടെ തീയിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ സംഭരണ കേന്ദ്രവും തകർന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ആദ്യമായി തന്നെ ഇറാന്റെ ഓയിൽ ശേഖരത്തിൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഓയിൽ ഡിപ്പോ കത്തുന്നതായി തന്നെ ഉള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംഭരണ കേന്ദ്രം തകർന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇറാനിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണമാണ് നടന്നത്. ടെഹ്റാനിലും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ, അതായത് എണ്ണ സംഭരണശാലകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിക്കൊണ്ട് ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്നുകൊണ്ട് എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായതായും വ്യക്തമാക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ തന്നെ പ്രചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.